നമുക്കിന്ന് ഒരു ചെറിയ സ്റ്റോറിയിലൂടെ തന്നെ നമ്മളുടെ ഇഡിയം നോക്കാം. ഈ സ്റ്റോറി നടക്കുന്നത് പണ്ട് ഏൻഷ്യൻ ചൈനയില് ഒരു സ്മോൾ വില്ലേജിലാണ്. അവിടെ നമുക്കൊരു വയസ്സായ ഫാമർ ഉണ്ടായിരുന്നു. ഈ ഫാമറിന് ഒരു നെയ്ബറും ഉണ്ടായിരുന്നു. ഈ നെയ്ബറിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വറീഡ് ആയിട്ടുള്ള ഒരു ഏൻഷ്യസ് ആയിട്ടുള്ള ഒരു മാൻ ആയിരുന്നു ഈ നെയ്ബർ എന്ന് പറയുന്നത്. ഒരു ദിവസം വളരെ തിടുക്കത്തിൽ ഈ നെയ്ബർ നമ്മളുടെ ഫാമറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്, റഷ് ചെയ്ത് വരികയാണ്. എന്നിട്ട് വളരെ ആൻഷ്യസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ ഒരു വലിയ മൗണ്ടെയിൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സൺലൈറ്റ് അത് ബ്ലോക്ക് ചെയ്യില്ലേ? ഇങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്റെ ക്രോപ്സിനെ എല്ലാം അത് ഡിസ്ട്രോയ് ചെയ്യില്ലേ എന്ന് വളരെ വറീഡ് ആയിട്ട് നമ്മളുടെ ഫാമറിനോട് പറയുകയാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ ഫാമർ വളരെ കാമായിട്ട് റിപ്ലൈ ചെയ്തു. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാല്, നീ വിഷമിക്കണ്ട, ഞാൻ വന്ന് ആ മൗണ്ടെയിൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ബാക്ക് യാർഡിലേക്ക് പോവാണ് ഈ മൗണ്ടെയിൻ നോക്കാനായിട്ട്. അവിടെ ചെന്നപ്പോ ഫാമർ ആ മൗണ്ടെയിൻ കണ്ടു. അതൊരു മൗണ്ടെയിൻ ആയിരുന്നില്ല, അതൊരു മോൾ ഹില്ലായിരുന്നു, ബാർലി എ ഫുട്ട് ഹൈ. അപ്പൊ ഫാമർ ചെറിയൊരു ചിരിയോടുകൂടി തന്നെ പറഞ്ഞു, ഇതൊരു മൗണ്ടെയിൻ അല്ലല്ലോ, ഇതൊരു മോൾ ഹിൽ അല്ലേ, ഇതെങ്ങനെയാണ് നിന്റെ ക്രോപ്സിനെ നശിപ്പിക്കുന്നത്? നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിന്റെ പ്രോബ്ലംസിനെക്കാട്ടിലും നിന്റെ വറീസ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു ചെറിയ ചിരിയോടുകൂടി ഫാമർ റിപ്ലൈ ചെയ്തു. സോ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഇഡിയം കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇഡിയം എന്ന് പറയുന്നത് മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നാണ്. ഇതിന്റെ മീനിങ് വരുന്നത് ശരിക്കും അത്ര സിഗ്നിഫിക്കന്റ് അല്ലാത്ത ഒരു ഇഷ്യൂ ആവട്ടെ, ഇൻകൺവീനിയൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു സ്മോൾ പ്രോബ്ലം ആവട്ടെ, അതിനെ എക്സാജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി ഈ ഇഡിയത്തിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ഇത് മോർ ദാൻ എ ഫ്രേസ്, ഇതൊരു സെന്റൻസിലാണ് ഇതിന്റെ യൂസേജ് കൂടുതലായിട്ടും വരുന്നത്. Thank you for watching and stay tuned for more videos.